ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പം നമ്മൾ വീണ്ടും ഒരു SCRT ക്ലാസ്സസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. 6ാം ക്ലാസ്സിലെ 2 ചാപ്റ്ററാണ്. നിവർന്ന് നിൽക്കാം, പൂക്കാം, കായ്ക്കാം എന്നീ ചാപ്റ്റേഴ്സാണ്. നമ്മൾ ഇതിൽ മുമ്പ് നോക്കിയതും നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററായിരുന്നു. അതിൽ ഇമ്പോർട്ടൻ്റായി നമ്മൾ വിറ്റാമിൻസിനെ കുറിച്ചിട്ടും ധാതുക്കളെക്കുറിച്ചും പ്രോട്ടീനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് നിവർന്നു നിൽക്കാം എന്ന് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റായി പറയുന്നത് നമ്മളുടെ ടോപ്പിക്കിൽ തന്നെ വരുന്നത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്നുള്ള ടോപ്പിക്കിൽ വരുന്ന അസ്ഥികളെ കുറിച്ചിട്ടുള്ള ഭാഗമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ വരുന്നത്. നിവർന്ന് നിൽക്കാം എന്ന ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ എന്താണ് അസ്ഥികൂടം, അസ്ഥിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അസ്ഥികൂടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, എന്താണ് അസ്ഥികൂടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നവയാണ് എന്ന് പറയുന്നത്. അസ്ഥികൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനും ഉറപ്പും ആകൃതിയും അതുപോലെ തന്നെ ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടിനെയാണ് നമ്മൾ അസ്ഥികൂടം എന്ന് പറയുന്നത്. അതിൽ ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണം എന്നത് ഉദ്ദേശിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ നട്ടെല്ലിനുള്ളിലൂടെയാണ് എന്ത് പോകുന്നത്, സുഷുമ്ന നാഡി പോകുന്നത് അല്ലേ. അതിനെ സംരക്ഷിക്കുന്നത് എന്താണ്, നട്ടെല്ലാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വാരിയെല്ലുകൾ. വാരിയെല്ലുകൾ എന്തിനെയെല്ലാം സംരക്ഷിക്കുന്നുണ്ട്, ഹൃദയത്തെ അല്ലെങ്കിൽ ശ്വാസകോശത്തെ, അതുപോലെ തന്നെ പ്രധാന രക്തക്കുഴലുകളെല്ലാം സംരക്ഷിക്കുന്നത് എന്താണ്, വാരിയെല്ലാണ് അല്ലേ. അതുപോലെ നമ്മുടെ തലച്ചോറ് എന്തിനെ സംരക്ഷിക്കുന്നുണ്ട്, നമ്മുടെ തലയോട് എന്തിനെ സംരക്ഷിക്കുന്നുണ്ട്, തലച്ചോറിനെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അസ്ഥികൂടം എന്ന് പറയുന്നത് എന്താണ്, ശരീരത്തിന് ഉറപ്പും ആകൃതിയും മാത്രമല്ല നൽകുന്നത്, നമ്മുടെ ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത് എന്താണ്, ഈ അസ്ഥികൂടങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ അസ്ഥികൂടത്തെക്കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓസ്റ്റിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ട് എന്ന് ചോദിച്ചാൽ മൊത്തം 206 അസ്ഥികളാണ് ഉള്ളത്. പക്ഷികളുടെ അസ്ഥികൂടം. പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകളുണ്ട്. അതിനാൽ മറ്റു ജീവികളെ അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥികൂടത്തിന് ഭാരം കുറവാണ്. ഇത് പക്ഷികൾക്ക് പറക്കുന്നതിനുള്ള ഒരു അനുകൂലമാണ്. ഇനി മനുഷ്യാസ്ഥികൂടത്തെക്കുറിച്ച് നോക്കാം. തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറല്ല്, കൈകാലുകളിലെ അസ്ഥികൾ, ഇടുപ്പല്ല് എന്നിവയെല്ലാം ചേർന്നാണ് മനുഷ്യരുടെ അസ്ഥികൂടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നമ്മൾ പറഞ്ഞു മൊത്തം 206 അസ്ഥികളാണ് ഉള്ളത് എന്ന് പറഞ്ഞു അല്ലേ. ആ 206 അസ്ഥികളിൽ നമ്മൾ 2ആയി തരംതിരിച്ചിട്ടുണ്ട്, അക്ഷാസ്ഥികൂടം അതുപോലെ അനുബന്ധ അസ്ഥികൂടം എന്ന്. അതിൽ അക്ഷാസ്ഥികൂടത്തിൽ വരുന്നതാണ് 80 അസ്ഥികൾ എന്ന് പറയുന്നത്. അനുബന്ധ അസ്ഥികൂടത്തിൽ എത്ര അസ്ഥികൾ വരുന്നുണ്ട്, 126 അസ്ഥികൾ. മൊത്തം 206 അസ്ഥികളാണ് നമ്മുടെ ഓരോ മനുഷ്യൻ്റെ ശരീരത്തിലുള്ളത്. അങ്ങനെ നോക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് 300 എന്നുള്ള ഒരു ഉത്തരം കൂടി തരും. അതെന്താണെന്ന് വെച്ച് പറഞ്ഞാൽ അത് ഒരു നവജാത ശിശുക്കളിൽ എത്ര അസ്ഥികളുണ്ട് എന്ന് ചോദിച്ചാൽ അത് 300 എന്നാണ്. പിന്നീട് പല അസ്ഥികളും കൂടി ചേർന്ന് ഒന്നായി മാറും. അങ്ങനെയാണ് പിന്നീട് എത്ര അസ്ഥികളായി മാറുന്നത്, 206 അസ്ഥികളായി മാറുന്നത്. അതിൽ ഈ 80 അസ്ഥികളെ അക്ഷാസ്ഥികൂടത്തിൽ വരുന്നതാണ്. തലയോട്, മാറല്ല്, വാരിയെല്ലുകൾ, നട്ടെല്ലുകൾ എന്നിവയെല്ലാം വരുന്നത് ഏതാണ്, ഈ അക്ഷാസ്ഥികൂടത്തിൽ വരുന്നതാണ്. അപ്പോൾ അനുബന്ധാസ്ഥികൂടത്തിൽ എന്താണ്, പിന്നെ ബാക്കി ഏതൊക്കെയുള്ളത്, നമ്മുടെ കൈയും കാലും തോളും ഇടുപ്പും മാത്രമല്ല ബാക്കിയുള്ളൂ. അവയെല്ലാം വരുന്നത് എവിടെയാണ്, നമ്മുടെ അനുബന്ധാസ്ഥികൂടങ്ങളിലാണ് ബാക്കിയുള്ളവ വരുന്നത്. അപ്പോൾ മനുഷ്യാസ്ഥികൂടങ്ങളെക്കുറിച്ച് എന്തൊക്കെ വരുന്നുണ്ട്, തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറല്ല്, കൈകാലുകളിലെ അസ്ഥികൾ, ഇടുപ്പല്ല് എന്നിവയും ചേർന്നതാണ് മനുഷ്യൻ്റെ അസ്ഥികൂടം എന്ന് പറയുന്നത്. ഇനി തലയോട്ടിയിൽ എത്ര അസ്ഥികളാണുള്ളത്, 22 അസ്ഥികൾ എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. 22 അസ്ഥികളാണ് തലയോട്ടിയിലുള്ളത് എന്ന് തന്നിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കും അവർ ആ കണക്ക് തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കപാലത്തിലെ 8 അസ്ഥികളും അതുപോലെ തന്നെ മുഖാസ്ഥികളായ 14 കൂടിയിട്ടാണ് അവിടെ 22 അസ്ഥികൾ എന്നവിടെ തന്നിട്ടുള്ളത്. നമ്മൾ പൊതുവെ പഠിക്കുമ്പോൾ നമ്മൾ 29 അസ്ഥികൾ എന്ന് പറയില്ലേ. കാരണം ഇതിൻ്റെ ഒപ്പത്ത് തന്നെ നമ്മളെ ചെവിയൊക്കെ വരുമ്പോൾ അതിൽ വരുന്ന ഏത് അസ്ഥികളൊക്കെ വരും, മാലേസ്, ഇൻകസ്, സ്റ്റേപ്പിസ്, അതുപോലെ തന്നെ ഹയോയിഡ് എന്നീ അസ്ഥികളും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ചില ബുക്കുകളിൽ 29 അസ്ഥികൾ എന്ന് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ SCRT ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത് എങ്ങനെയാണ്, തലയോടികളുടെ അസ്ഥികളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ടുള്ളത് 22 എണ്ണമാണ്.
അതുപോലെ തന്നെ ഈ തലയോട്ടിയിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് എന്ന് പറയുന്നത് ഒരു അസ്ഥിയെ മാത്രമാണ്. തലയോട്ടിയിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് ഏത് അസ്ഥിയെ മാത്രമാണ്? കീഴ്ത്താടിയല്ല. അതോ ആ ചിത്രത്തിൽ തന്നിട്ടുണ്ട് ആ ഒരു അസ്ഥിയെ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? ചലിപ്പിക്കാൻ കഴിയുന്നത്. പിന്നെ തലയോട്ടി നമ്മുടെ തലച്ചോറിനെ മാത്രമല്ല സംരക്ഷിക്കുന്നത് അല്ലേ, വേറെ ഏതിനൊക്കെ സംരക്ഷിക്കുന്നുണ്ട്? കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്നീ ഇന്ദ്രിയങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതും ഏതാണ്? ഈ തലച്ചോറ് തന്നെയാണ്. അതുപോലെ നമ്മുടെ തലച്ചോറിനെയും സംരക്ഷിക്കുന്നത് ഈ തലയോട്ടി തന്നെയാണ്. അതുപോലെ നമ്മുടെ തലച്ചോറിനെ സംരക്ഷിക്കുന്നത് എന്താണ്? ഈ തലയോട്ടിയാണ്. അടുത്തത് നട്ടെല്ല് എന്ന് പറയുന്നത് ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ നിരയെയാണ് നമ്മൾ നട്ടെല്ല് എന്ന് പറയുക. നട്ടെല്ലിലെ അസ്ഥികളെ കശേരുക്കൾ എന്നാണ് പറയുന്നത്. നട്ടെല്ലിലെ അസ്ഥികളെ എങ്ങനെയാണ് പറയുന്നത്? കശേരുക്കൾ എന്നാണ് പറയുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല് എന്ന്. നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കുക? കശേരുക്കളുടെ എണ്ണം 26 എന്നാണ് അല്ലേ പഠിക്കുക. അപ്പോൾ ജനന സമയത്തുള്ള എണ്ണമാണ് എത്ര? 33 എന്ന് പറയുന്നത്. ജനന സമയത്തുള്ള എണ്ണമാണ്, നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണമാണ് 33 എന്ന് പറയുന്നത്. അത് നമുക്ക് ഇതിന് ശേഷം ആ എണ്ണങ്ങളൊക്കെ കൂടി കൂട്ടുമ്പോൾ 80 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മൊത്തം എത്ര വരുന്നുണ്ട് എന്ന്. അപ്പോൾ 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്. ഈ കശേരുക്കൾ വളരെ കൃത്യമായാണ് വിന്യസിച്ചിരിക്കുന്നത്. നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന ഭാഗമായ സുഷുമ്നാ നാഡി കടന്നു പോകുന്നത് നട്ടെല്ലിനുള്ളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം കൂടിയാണ് നട്ടെല്ല് എന്ന് പറയുന്നത്. നട്ടെല്ലിന് കാര്യമായ ക്ഷതമേറ്റാൽ എഴുന്നേറ്റ് നടക്കാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സുഷുമ്നാ നാഡി കടന്നു പോകുന്നത്, സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നട്ടെല്ലാണ്. അടുത്തത് വാരിയെല്ല്. 12 ജോഡി വാരിയെല്ലുകളാണുള്ളത്. 12 ജോഡി എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ്? 24 വാരിയെല്ലുകളാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത്. ആ വാരിയെല്ല് എന്തിനെയെല്ലാം സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഹൃദയത്തെ സംരക്ഷിച്ചിട്ടുണ്ട്, ശ്വാസകോശത്തെ സംരക്ഷിച്ചിട്ടുണ്ട്, ചില പ്രധാന രക്തക്കുഴലുകൾ എന്നിവയെല്ലാം പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് എന്താണ്? ഈ വാരിയെല്ലുകളാണ്. ഇനി ഈ വാരിയെല്ലുകളെ എങ്ങനെ നമ്മുടെ ശരീരത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു പറഞ്ഞാൽ പിന്നിൽ നട്ടെല്ലിനോടും മുന്നിൽ മാറലിനോടുമാണ് എന്തിനെ ബന്ധിപ്പിച്ചിട്ടുള്ളത്? വാരിയെല്ലുകളെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇനി അവിടെ കുറേ ക്വസ്റ്റ്യൻസ് പോലെയും തന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. തലയോട്ടിയിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു എന്നാണ് നമ്മളവിടെ പറഞ്ഞത്? തലയോട്ടിയിൽ 22 അസ്ഥികൾ കാണപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. തലയോട്ടിയിലെ അസ്ഥികളെ ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥി ഏതാണ്? അത് താടിയെല്ലാണ്. ഇനി നട്ടെല്ലിൽ എത്ര കശേരുക്കൾ കാണുന്നു എന്ന് നമ്മൾ പറഞ്ഞു? 33 കശേരുക്കൾ എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അത് ജനന സമയത്താണ്. മൊത്തം നമ്മുടെ മനുഷ്യ ശരീരത്തിലെ കശേരുക്കളുടെ എണ്ണം ചോദിക്കുകയാണ് പറഞ്ഞാൽ അത് 26 എണ്ണമാണ്. ഇനി സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം എന്താണ്? അത് നട്ടെല്ലാണ്. ഇനി നട്ടെല്ലിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന ഏതാണ്? നമ്മുടെ നട്ടെല്ലാണ്. ഹൃദയം, ശ്വാസകോശം എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണ്? അത് വാരിയെല്ലാണ്. ഇനി തലയോട്ടിനാൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെടുന്ന പ്രധാന അവയവങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? തലച്ചോറിന് സംരക്ഷിക്കപ്പെടുന്നുണ്ട് നമ്മൾ പറഞ്ഞല്ലേ. അതുകൂടാതെ കണ്ണ്, ചെവി, നാക്ക് എന്നിവയെല്ലാം എന്ത് സംരക്ഷിക്കപ്പെടുന്നുണ്ട്? തലയോടിനാൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള അക്ഷാസ്ഥികൂടത്തെക്കുറിച്ച് നമുക്ക് ഒന്നുകൂടെ നോക്കാം. അക്ഷാസ്ഥികൂടം എന്ന് പറയുന്നത് തലയോട്ടിയിൽ വരുന്നത് 29 അസ്ഥികളാണ്. അതിൽ എക്സ്ട്രാ എങ്ങനെ പറയുന്നത് പറഞ്ഞാൽ നമ്മൾ ചെവിയിലേക്കുള്ള മാലസ്, ഇൻകസ്, സ്റ്റേപ്പീസ് എന്നീ 3, 6 അസ്ഥികളെയും കൂട്ടും. അത് കൂടാതെ ഹയോയിഡ് എന്ന ഒരു അസ്ഥിയും കൂടി കൂട്ടിയിട്ടാണ് 22 അസ്ഥികൾ എന്ന് പറയുന്നത്. അത് കൂടാതെ പിന്നെ എന്താണ്? മാറലിൻ്റെ ഒരസ്ഥിയും വാരിയെല്ലിലെ 12 ജോഡി എന്ന് പറഞ്ഞാൽ 24 അസ്ഥികളും നട്ടെല്ലിലെ 26 കശേരുക്കളും കൂടി ചേർന്നിട്ട് മൊത്തം അക്ഷാസ്ഥികൂടത്തിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നുണ്ട്? 80 അസ്ഥികൾ കാണപ്പെടുന്നുണ്ട്. ഇവിടെ നട്ടെല്ലിൽ 33 കശേരു എന്ന് പറഞ്ഞു, അത് ജനന സമയത്തുള്ളതാണ്. പിന്നീട് അത് എത്രയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? നട്ടെല്ലിൽ 26 കശേരുക്കളാണുള്ളത് എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ തലയോട്ടിയിൽ എത്ര അസ്ഥികളുണ്ട് എന്ന ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ടായിരുന്നത് 22 അസ്ഥികളാണ് എന്ന് തന്നിട്ടുണ്ടായിരുന്നു. മുഖാസ്ഥികൾ
14 അതുപോലെ കപാലം 8 ചേർത്തിട്ട് എത്ര അസ്ഥികളാണ് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മൊത്തം 22 അസ്ഥികൾ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടെക്സ്റ്റ് വായിക്കുമ്പോൾ ആർക്കായാലും കൺഫ്യൂഷൻ ഉണ്ടാവും, അതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞത്. ഇനി കൈകാലുകളിലെ അസ്ഥികൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു കൈകാലുകൾ എന്നെല്ലാം പറയുന്നത് ഏതിൽ പെടുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു, അനുബന്ധ അസ്ഥികൂടത്തിലാണ് പെടുന്നത്. അതിൽ മൊത്തം 126 അസ്ഥികളാണ് ഉള്ളത് എന്ന് പറഞ്ഞു അല്ലേ. മനുഷ്യൻ്റെ ഓരോ കൈയിലും 32 അസ്ഥികൾ വീതമാണ് ഉള്ളത്. കൈകളെ അപേക്ഷിച്ച് കാലിലെ അസ്ഥികൾക്ക് കൂടുതൽ ബലമുള്ളവയാണ്. മനുഷ്യ ശരീരത്തിൽ ഒരു കാലിന് 31 അസ്ഥികളുണ്ട്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഒരു കാലിന് 31 അസ്ഥികളുണ്ട്. അപ്പോൾ ഇവിടുത്തെ കണക്കനുസരിച്ചാൽ തന്നെ നമുക്ക് നോക്കാം, 64ഉം 62ഉം മൊത്തം എത്രയായി? 126 അസ്ഥികൾ ഇപ്പം തന്നെ ആയില്ലേ. അപ്പോൾ അനുബന്ധ അസ്ഥിയോടത്ത് നമ്മൾ എക്സ്ട്രാ 2 കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നു. ഏതൊക്കെ വരും എന്ന് പറഞ്ഞു? അനുബന്ധ അസ്ഥികൂടത്തിൽ അത് കൂടാതെ തോളെല്ലും ഇടുപ്പെല്ലും കൂടി വരും. തോളെല്ല് 4ഉം ഇടുപ്പല്ല് 2ഉം കൂടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൽ തന്നിട്ടുള്ള കണക്ക് അങ്ങനെ നോക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് കൈകളിലും കാലിലും 30 വീതം അസ്ഥികളാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തോളെല്ല് 4ഉം ഇടുപ്പല്ല് 2ഉം. അപ്പോൾ അതും കൂടി ഇതിൽ ചേർത്തിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടാവുക. എങ്ങനെ? കൈകളിൽ 32 അസ്ഥികൾ വീതം എന്നും അതുപോലെ കാലിൽ 31 അസ്ഥി വീതം എന്നും തന്നിട്ടുള്ളത്. അതുകൂടി ചേർത്തിട്ടാണ് മൊത്തം അനുബന്ധാസ്ഥികൂടം എത്രയാണ് വരുന്നത്? മൊത്തം അനുബന്ധാസ്ഥികൂടം വരുന്നത് 126 എണ്ണമാണ്. എത്രയാണ്? 126 എണ്ണമാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു ബോക്സ് പോലെ തന്നിട്ടിട്ട് ഓരോന്നിൻ്റെ എണ്ണം വരെ ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് തരുണാസ്ഥികൾ എന്ന് നോക്കാം. അതായത് അസ്ഥികളെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്ന അതുപോലെ വളരെയധികം വഴക്കമുള്ള ഭാഗങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്? തരുണാസ്ഥികൾ എന്ന് പറയുന്നത്. ഇവ എന്താണ്? എല്ലുകളേക്കാൾ മൃദുവാണ്. ശരീരത്തിലും മറ്റു ജന്തു ശരീരങ്ങളിലും ഇവ കാണപ്പെടുന്നു. പ്രധാനമായും തരുണാസ്ഥികൾ ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാല്, ശ്വാസനാളം, കശേരുക്കൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ തരുണാസ്ഥികൾ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? നമുക്കറിയാം, നമ്മുടെ ചെവിയൊക്കെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അവിടെ എല്ലുള്ള പോലെ തോന്നൂല്ലേ? ശരിക്കും നമ്മൾ ആ തലയോട്ടി എടുത്ത് നോക്കി പറഞ്ഞാൽ അവിടെയൊക്കെ ചെവിക്ക് ഒരു എല്ല് പോകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ അവിടേക്ക് എന്താ കാണപ്പെടുന്നത്? ഈ തരുണാസ്ഥികളാണ് കാണപ്പെടുന്നത്. അപ്പോൾ തരുണാസ്ഥികൾ എവിടെ ഉണ്ട്? ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാൽ, ശ്വാസനാളം, കശേരുക്കൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത്? തരുണാസ്ഥികൾ കാണപ്പെടുന്നത്. ഇനി എന്താണ് അസ്ഥിസന്ധികൾ എന്ന് പറയുന്നത്? അസ്ഥിസന്ധി എന്നാൽ 2ഓ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസ്ഥിസന്ധികൾ എന്ന് പറയുന്നത്. അവിടെ ചിത്രം തന്നിട്ടുണ്ട്. സന്ധി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതായത് 2ഓ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെയാണ് അസ്ഥിസന്ധി എന്ന് പറയുന്നത്. അസ്ഥിസന്ധി ഇല്ലാതെയായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൈയൊന്നും ഇങ്ങനെ മടക്കാനും കൈവിരലുകൾ മടക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ്? അസ്ഥിസന്ധി ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കഴിയുന്നത്. സന്ധികളിൽ തന്നെ പലതരം അസ്ഥിസന്ധികൾ നമ്മൾ പറയാറുണ്ട്. അതിലൊന്നാണ് വിജാഗിരി സന്ധി എന്ന് പറയുന്നത്. നമ്മൾ വിജാഗിരി സാധാരണയായി നമ്മൾ കേട്ടിട്ടുള്ള എവിടെയാണ്? വാതിലുകളിലും ജനലുകളിലും വിജാഗിരി വെക്കാറുണ്ട് എന്ന് പറയില്ലേ. നമുക്ക് നമ്മുടെ വാതിൽ ആ വിജാഗിരി വെച്ചാൽ ഒരു ഭാഗത്തേക്ക് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ഇതിലും ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ കൈമുട്ട് അല്ല കാൽമുട്ടൊക്കെ നമുക്ക് ഒരു സൈഡിലേക്കേ മടക്കാൻ പറ്റുള്ളൂ. കൈ നമുക്ക് മുന്നിലേക്ക് മടക്കാൻ പറ്റുള്ളൂ, പിന്നിലേക്ക് മടക്കാൻ പറ്റില്ല. കാലതുപോലെ പിന്നിലേക്ക് മടക്കാൻ പറ്റുള്ളൂ, മുന്നിലേക്ക് മടക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അവിടെയുള്ള അസ്ഥികളാണ് വിജാഗിരി സന്ധി. അവിടെയുള്ള സന്ധിയാണ് എന്ത് എന്ന് പറയുന്നത്? വിജാഗിരി സന്ധി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് ഒരു വശത്തേക്ക് മാത്രം മടക്കാൻ കഴിയുന്നത്. അപ്പോൾ കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന ഇത്തരം സന്ധികളെയാണ് എങ്ങനെ പറയുന്നത്? വിജാഗിരി സന്ധികൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എന്ന് പറയുന്നത്? അതായത് ബോളും സോക്കറ്റും ഒരു ബോളിൽ ഒരു കുഴിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലുള്ള സന്ധികളെയാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു പറഞ്ഞാൽ ആ ചിത്രത്തിൽ തന്നിട്ടുണ്ട് അല്ലേ. തോളെല്ലും ഇടുപ്പല്ലും അതിനൊരു ഉദാഹരണമാണ്. തോളെല്ലും ഇടുപ്പല്ലും ഏതിന് ഉദാഹരണമാണ്? ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിക്ക് ഉദാഹരണമാണ്.
ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയാണ്. ഒരു അസ്ഥിയുടെ അറ്റത്ത് ഉരുണ്ട ഭാഗം, അതായത് ബോൾ പോലുള്ള ഭാഗം മറ്റൊരസ്ഥിയുടെ കുഴിയിൽ സോക്കറ്റിലേക്ക് തിരിയുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനെ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എന്ന് പറയുന്നു. തോള്, ഇടുപ്പ് എന്നീ ഭാഗങ്ങളിലാണ് ഈ അസ്ഥി സന്ധി കാണപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൽ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി കാണപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? തോള്, ഇടുപ്പ് എന്നീ ഭാഗങ്ങളിലേക്കാണ്. അപ്പോൾ ഇതിന് ചലന സ്വാതന്ത്ര്യം കൂടുതലായിരിക്കും. കൈമുട്ടിനും കാൽമുട്ടിനൊക്കെ ഒരു ഭാഗത്തേക്ക് മാത്രമല്ല മടക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിക്ക് ചലന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കൂടുതലായിരിക്കാം. അടുത്തതാണ് പീവട്ട് സന്ധി എന്ന് പറയുന്നത്. നമ്മുടെ കഴുത്ത് നമുക്ക് 4 ഭാഗത്തേക്ക്, അതായത് മുന്നിലേക്കും പിന്നിലേക്കും ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ ചലിപ്പിക്കാൻ കഴിയില്ലേ? ഇത്ര മാത്രമേ നമുക്ക് അതിനെ ചലിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പം ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇത്തരം അസ്ഥിസന്ധികളെയാണ് പീവട്ട് സന്ധി എന്ന് പറയപ്പെടുന്നത്. അപ്പം നമ്മുടെ പീവട്ട് സന്ധി കാണപ്പെടുന്നത് എവിടെയാണ്? കഴുത്തിലാണ് നമ്മുടെ പീവട്ട് സന്ധി കാണപ്പെടുന്നത്. ഒരസ്ഥി മറ്റൊന്നിൽ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും തിരിയുന്നതാണ് ഈ പീവട്ട് സന്ധി എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് ഈ അസ്ഥിഭംഗം എന്ന് പറയുന്നത്? അസ്ഥിഭംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു എക്സ്റേ തന്നിട്ടുണ്ട്. അതിലൊരു പൊട്ടൽ പോലെ ഒരു റെഡ് മാർക്ക് കാണിക്കുന്നുണ്ട് അല്ലേ? അതായത് അസ്ഥി പൊട്ടുന്നതിനെയാണ്, അല്ലെങ്കിൽ അസ്ഥിക്ക് ഒടിവ് സംഭവിക്കുക, പൊട്ടൽ സംഭവിക്കുന്നതിനെയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? അസ്ഥിഭംഗം എന്ന് പറയുന്നത്. ഇത് തന്നെ 3 തരത്തിലുണ്ട്: ലഘുഭംഗം, വിഷമഭംഗം, സങ്കീർണ ഭംഗം എന്നിങ്ങനെ. അതായത് സിമ്പിൾ ഫ്രാക്ചർ, കോമ്പൗണ്ട് ഫ്രാക്ചർ, കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. സിമ്പിൾ ഫ്രാക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാകുകയോ അസ്ഥിക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയോ ചെയ്യുന്ന അസ്ഥിഭംഗമാണ് എന്തെന്ന് പറയുന്നത്? സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഈ അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്ന അസ്ഥിഭംഗത്തെയാണ് എന്തെന്ന് പറയുന്നത്? വിഷമഭംഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തുണ്ടാവും? ആദ്യം അസ്ഥിഭംഗം ഉണ്ടായി പറഞ്ഞാൽ നമുക്കത് അറിയില്ല, അത് കാരണം ഉള്ളിലാണ് പൊട്ടൽ. അപ്പോൾ നമുക്കത് എക്സ്റേ ഷീറ്റ് എടുത്ത് നോക്കിയാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതെന്താവും? പുറത്തേക്ക് മുറിവ് കൂടി എന്തിലുണ്ടാവും? വിഷമഭംഗത്തിൽ, കോമ്പൗണ്ട് ഫ്രാക്ചറിൽ ഉണ്ടാവും. ഇനി ശരീരത്തിലെ ആന്തരാവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗമാണ് സങ്കീർണ ഭംഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ അസ്ഥി ഒടിഞ്ഞ് ആന്തരാവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുന്നു. ഇനി എക്സ്റേ കണ്ടുപിടിച്ചത് ആരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, റോഡ്ജൻ ആണ് എക്സ്റേ കണ്ടുപിടിച്ചത് എന്നല്ലേ. ഏത് വർഷത്തിലാണ് കണ്ടുപിടിച്ചത്? 1895 ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ വിൽഹെം കോൺറാഡ് റോഡ്ജൻ ആണ് എക്സ്റേ കണ്ടെത്തിയത്. മനുഷ്യൻ്റെ കൈകളിലെ അസ്ഥികളുടെ ഫോട്ടോഗ്രാഫിക് ചിത്രം എക്സ്റേ ഉപയോഗിച്ചെടുത്ത് റോഡ്ജൻ ആണ്. മാംസപേശികളിലൂടെ കടന്നു പോകുന്നതും എല്ലുകളിലൂടെ കടന്നു പോകാത്തതുമാണ് എന്ന് പറയുന്നത്? എക്സ്റേ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ശരീരത്തിൽ, അപ്പം നമുക്ക് എക്സ്റേ എടുത്താൽ മാത്രമേ എന്ത് കണ്ടുപിടുത്താൻ പറ്റുള്ളൂ? നമ്മുടെ അസ്ഥിക്ക് എന്തെങ്കിലും ക്ഷതമോ അല്ലെങ്കിൽ പൊട്ടലോ ഒടിവോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാവാൻ പറ്റുള്ളൂ. ഇനി നമ്മുടെ അസ്ഥിക്ക് ഇതെടുക്കാതെ എങ്ങനെയെങ്കിലും അസ്ഥിക്ക് പൊട്ടലോ മറ്റോ സംഭവിച്ചിട്ടുണ്ടോ, അസ്ഥിഭംഗം സംഭവിച്ചിട്ടുണ്ടോ എന്നെങ്ങനെ മനസ്സിലാക്കാം? പരിക്കേറ്റ ഭാഗത്ത് വേദന, അതുപോലെ പരിക്കേറ്റ ഭാഗം അനക്കാൻ പ്രയാസം, സമാന ഭാഗങ്ങളുമായുള്ള വ്യത്യാസം എന്നിവയെല്ലാം കണക്കാക്കി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? അസ്ഥിഭംഗം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ പരിക്കേറ്റ ഭാഗം ചലിപ്പിക്കാതെ സൂക്ഷിക്കുകയും അതിനായിട്ട് ആ പരിക്കേറ്റ ഭാഗം എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കെട്ടിവെക്കുകയും അതിന് ഒരു താങ്ങ് നൽകുകയും ചെയ്യണം. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യണം? വേഗം പ്രാഥമിക ശുശ്രൂഷ നൽകിയിട്ട് ഹോസ്പിറ്റലിൽ എത്തുകയാണ് ഇങ്ങനെ അസ്ഥിഭംഗം സംഭവിച്ചവർക്ക് ചെയ്യേണ്ടത്. മുട്ടുമാറ്റി വയ്ക്കൽ. നമ്മൾ വയസ്സായ ആൾക്കാരിലൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, കാല് വേദന, അതുകൊണ്ട് അവസാനം മുട്ടിൻ്റെ ചിരട്ട മാറ്റി വയ്ക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ശരീരഭാരം കൂടുന്നതും അസ്ഥികളിൽ കാൽസ്യം കുറയുന്നതും കാൽമുട്ടിന് തേയ്മാന പ്രശ്നമുണ്ടാക്കും. പ്രായം കൂടുമ്പോഴും കാൽമുട്ട് വേദന വരും. വൈദ്യപരിശോധനയ്ക്ക് ശേഷം അസുഖമുള്ളതോ തേയ്മാനം വന്നതോ ആയ കാൽമുട്ടിലെ അസ്ഥികൾ നീക്കം ചെയ്യുകയും പകരം സെറാമിക്, ലോഹം, പ്ലാസ്റ്റിക് എന്നിവ ഉൾപ്പെടെ കൃത്രിമ കാൽമുട്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് മുട്ടുമാറ്റിവെക്കൽ എന്ന് പറയുന്നത്. ഇത് 20 വർഷം വരെ ഫലപ്രദമായി പ്രവർത്തിക്കും.
കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുതിയ കാൽമുട്ടിൽ ചെറിയ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. മരുന്നുകൾ ഉപയോഗിച്ചും ഫിസിയോതെറാപ്പിയിലൂടെയും ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തേയ്മാനം വന്നതോ ആയ കാൽമുട്ടിലെ അസ്ഥികൾ നീക്കം ചെയ്തിട്ട് സെറാമിക്കോ ലോഹോ പ്ലാസ്റ്റിക്കോ എന്നിവ ഉൾപ്പെടെ കൃത്രിമ കാൽമുട്ട് വയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മുട്ട് മാറ്റിവെക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യത്തിന് എന്ത് വേണം? നമ്മൾ ഇന്നലെ വിറ്റാമിൻസ് പഠിച്ചപ്പോൾ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ഗുണങ്ങൾക്ക് എന്ത് വേണം നമ്മൾ പഠിച്ചു? വിറ്റാമിൻസ് വേണം എന്ന് പഠിച്ചു അല്ലേ? വിറ്റാമിൻ ഡി എല്ലിൻ്റെയും പല്ലുകളുടെയും ഗുണത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ചെവിക്കുള്ളിലും അസ്ഥികൾ. അപ്പം നമ്മൾ നേരത്തെ തലയോട്ടിയുടെ അസ്ഥി പറഞ്ഞു, അപ്പോൾ ചെവിക്കുള്ളിലെ അസ്ഥികളുടെ പേര് പറഞ്ഞു അല്ലേ? നമ്മുടെ ചെവിക്ക് 3 ഭാഗങ്ങളുണ്ട്. അതിൽ മധ്യകർണത്തിൽ 3 ചെറിയ അസ്ഥികളുണ്ട്. ഇവയാണ് മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. ഇവയ്ക്ക് കമ്പനം ചെയ്യാൻ കഴിവുണ്ട്. ഇവയുടെ കമ്പനം മൂലമാണ് നാം ശബ്ദം കേൾക്കുന്നത്. ഇവ കമ്പനം ചെയ്യുമ്പോൾ ബാഹ്യകർണത്തിൽ നിന്ന് ആന്തരകർണത്തിലേക്ക് ശബ്ദം കൈമാറ്റം ചെയ്യപ്പെടുന്നു. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. ഏറ്റവും വലുത് തുടയെല്ലാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? അത് തുടയെല്ലാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? അത് സ്റ്റേപ്പിസ് ആണ്. അത് എവിടെയാണുള്ളത്? അത് നമ്മുടെ ചെവിക്കുള്ളിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ അസ്ഥികളെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ബാഹ്യാസ്ഥികൂടം, ആന്തരാസ്ഥികൂടം എന്ന് പറഞ്ഞിട്ട് പഠിക്കാറുണ്ട് അല്ലേ? അതായത് അസ്ഥികൂടം ഉള്ളിലും വെളിയിലുമായിട്ടുള്ള ജീവികളുണ്ട്. ഒച്ച്, ചിലതരം വണ്ടുകൾ, ചിപ്പി, ഞണ്ട് തുടങ്ങിയ ജീവികൾക്ക് കട്ടി കൂടിയ പുറന്തോടുണ്ട്. പഴുതാര, തേരട്ട, പാറ്റ, കൊഞ്ച് തുടങ്ങിയ ജീവികൾക്ക് താരതമ്യേന കട്ടി കുറഞ്ഞ പുറന്തോടാണുള്ളത്. ശരീരത്തിന് പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെ ബാഹ്യാസ്ഥികൂടം എന്ന് പറയുന്നു. അപ്പോൾ ബാഹ്യാസ്ഥികൂടത്തിന് ഉദാഹരണം പറയണമെന്ന് പറഞ്ഞാൽ പഴുതാരയും തേരട്ടയും പാറ്റയും കൊഞ്ചും ഒക്കെ ബാഹ്യാസ്ഥികൂടത്തിന് ഉദാഹരണം തന്നെയാണ്. നമ്മൾ ഒച്ച്, ചിലതരം വണ്ട്, ചിപ്പി, ഞണ്ട് ഒക്കെ പറയുന്ന പോലെ തന്നെ ഈ പഴുതാരയും തേരട്ടയും പാറ്റയും കൊഞ്ചും ഒക്കെ അതിൽ പെടും. കാരണം എന്താണ് പറഞ്ഞാൽ കട്ടി കുറഞ്ഞ പുറന്തോടാണ് ഉള്ളത് എന്ന് മാത്രമേ ഉള്ളൂവെങ്കിൽ കൂടിയും അവ ബാഹ്യാസ്ഥികൂടത്തിന് ഉദാഹരണമാണ്. എക്സോസ്കെൽറ്റന് ഉദാഹരണമാണ്. ഇനി പൂച്ച, തവള, എലി, പശു, മനുഷ്യർ തുടങ്ങിയ ജീവികൾക്ക് ശരീരത്തിനകത്താണ് അസ്ഥികൂടം. ഇതാണ് ആന്തരാസ്ഥികൂടം, എൻഡോസ്കെൽറ്റൻ എന്ന് പറയുന്നത്. ഇനി ബാഹ്യാസ്ഥികൂടം. നട്ടെല്ലില്ലാത്ത മിക്ക ജീവികൾക്കും ബാഹ്യാസ്ഥികൂടമാണ് ഉള്ളത്. നട്ടെല്ലില്ലാത്ത ജീവികൾക്കൊക്കെ എങ്ങനെയുള്ളത്? ബാഹ്യാസ്ഥികൂടമാണുള്ളത്. ബാഹ്യാസ്ഥികൂടമുള്ള ജീവികളിൽ ഏറ്റവും വലുത് പ്രാണികളാണ്. ബാഹ്യാസ്ഥികൂടം കാലക്രമേണ പൊഴിച്ച് കളയപ്പെട്ടേക്കാം. ആന്തരാസ്ഥികൂടം ഉള്ള ജീവികളിൽ ബാഹ്യാസ്ഥികൂടത്തിന് സമാനമായ ചില ഭാഗങ്ങളുണ്ട്. മത്സ്യങ്ങളുടെയും ഉരകങ്ങളുടെയും ചെതുമ്പലുകൾ, പക്ഷികളുടെ തൂവലുകൾ, ജന്തുക്കളിലെ രോമങ്ങൾ, നഖം, കൊമ്പ്, കുളമ്പ് എന്നിവ ഉദാഹരണമാണ്. അതായത് നമ്മൾക്ക് ആന്തരാസ്ഥികൂടമുള്ളവരിലും എന്ത് കാണപ്പെടുന്നുണ്ട്? ബാഹ്യാസ്ഥികൂടങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതിനുള്ള ഉദാഹരണമാണ് മത്സ്യങ്ങളിലെയും ഉരകങ്ങളിലെയും ചെതുമ്പലുകളും പക്ഷികളുടെ തൂവലുകൾ, ജന്തുക്കളുടെ രോമങ്ങൾ, അതുപോലെ നഖം, കൊമ്പ്, കുളമ്പ് എന്നിവയെല്ലാം അതിനൊരു ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ പഠിച്ചതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധി ഏതാണ്? അത് വിജാഗിരി സന്ധിയാണ്. ഒരസ്ഥി മറ്റൊന്നിൽ നിന്നും ഇരുവശത്തേക്കും തിരിയുന്നതിനെയാണ് പീവട്ട് സന്ധി എന്ന് പറയുന്നത്. പീവട്ട് സന്ധി എന്ന് പറയുന്നത് ഒരസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരസ്ഥിയിൽ കുഴിയിൽ തിരിയുന്നതിനെയാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ് പൂക്കാം കായ്ക്കാം എന്നുള്ള ഒരു ചാപ്റ്റർ. അപ്പോൾ നമ്മുടെ ഒരു പൂവിലെ ഭാഗങ്ങളും അതിൻ്റെ ധർമ്മങ്ങളും തന്നിട്ടുണ്ട്. ആ പിക്ചേഴ്സും നോക്കുക. പൂനെട്ടിൻ്റെ ധർമ്മം എന്താണ്? പൂവിനെ തണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് പൂനെട്ട് എന്ന് പറയുന്നത്. ഇനി പുഷ്പാസനം. പൂവിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്? പുഷ്പാസനം ചെയ്യുന്നത്. ആസനം എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി വിതളപുടം. വിതളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത് പൂമൊട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. വിതളപുടം എന്ന് പറയുന്നത് എന്താണ്? പൂമൊട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ്
വിതളപുടം എന്ന് പറയുന്നത്. ഇനി എന്താണ് ദളപുടം എന്ന് പറയുന്നത്? ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത് പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്നു. അതായത് ഇതളുകൾ എന്ന് നമ്മൾ പറയില്ലേ, അതാണ് ദളപുടം എന്ന് പറയുന്നത്. എന്താണ് കേസരപുടം? കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് കേസരപുടം എന്ന് പറയുന്നത്. പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ് കേസരപുടം. അപ്പോൾ പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗം ഏതാണ്? അത് കേസരപുടമാണ്. അപ്പോൾ ജനിപുടം എന്തായിരിക്കാം? പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ജനിപുടം എന്ന് പറയുന്നത്. ജനിപുടത്തിൽ ഒന്നോ അതിലധികമോ ജനികൾ ഉണ്ടാകും. ഇനി എന്താണ് പൂർണ്ണ പുഷ്പം എന്ന് പറയുന്നത്? വിതളപുടം, ദളപുടം, കേസരപുടം, ജനിപുടം എന്നീ 4 ഭാഗങ്ങളാണ് ഒരു പൂവിൽ പ്രധാനമായും കാണപ്പെടുന്നത്. ഈ 4 ഭാഗങ്ങളുമുള്ള പൂവിനെ പൂർണ്ണ പുഷ്പം എന്ന് പറയുന്നു. അപ്പോൾ ഒരു പൂവിൽ നമ്മൾ പറഞ്ഞു വിതളപുടം, ദളപുടം, കേസരപുടം, ജനിപുടം ഇവയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലേ. അവയെല്ലാം ചേർന്ന് ഒരു പൂവിൽ കാണപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? പൂർണ്ണ പുഷ്പം എന്ന് പറയുന്നത്. ആ പിക്ചറിൽ അത് ഏതൊക്കെയാണ് ഭാഗം, കേസരപുടം എങ്ങനെയാണ് ഉണ്ടാവുക, ജനിപുടം എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് തന്നിട്ടുണ്ട്. നീലക്കുറിഞ്ഞി. നീലപ്പൂക്കൾ കൊണ്ട് പശ്ചിമഘട്ട മലനിരകളെ മനോഹരമാക്കുന്ന ഒരു കുറ്റിച്ചെടിയാണ് നീലക്കുറിഞ്ഞി. സമുദ്രനിരപ്പിൽ നിന്നും 1200 മീറ്റർ ഉയരത്തിലുള്ള പുൽമേടുകളിലും ചോലവനങ്ങളിലുമാണ് ഇവ വളരുന്നത്. പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന വിവിധ ഇനം കുറിഞ്ഞികളിൽ ഒന്ന് മാത്രമാണ് നീലക്കുറിഞ്ഞി. ഇവ 12 വർഷത്തിലൊരിക്കൽ കൂട്ടമായി പൂവിടുന്നു. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് ഇവയുടെ പൂക്കാലം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ കേസരപുടം, ജനിപുടം പറഞ്ഞു. കേസരപുടം ആൺപൂവിലും ജനിപുടം എവിടെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? പെൺപൂവിലുമാണ് കാണപ്പെടുന്നത്. അതായത് പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ് കേസരപുടം എന്നും പെൺ പ്രത്യുൽപാദന ഭാഗമാണ് എന്ത് എന്നും നമ്മൾ പറഞ്ഞു? ജനിപുടം എന്നും നമ്മൾ പറഞ്ഞു അല്ലേ. കേസരപുടം. കേസരങ്ങൾ ചേർന്നതാണ് കേസരപുടം. കേസരത്തിന് തന്തുകം, പരാഗി എന്നീ ഭാഗങ്ങളുണ്ട്. തന്തുകം, പരാഗി എന്നീ ഭാഗങ്ങളുണ്ട്. പരാഗിയിലെ അറകളിലാണ് പരാഗരേണുക്കൾ ഉള്ളത്. പുംബീജത്തെ അതായത് ആൺബീജകോശം വഹിക്കുന്ന ഭാഗങ്ങളാണ് പരാഗരേണുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ പുംബീജത്തെ വഹിക്കുന്ന ഭാഗങ്ങളാണ് ഏത്? പരാഗരേണുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ കേസരപുടത്തിന് തന്തുകം, പരാഗി എന്നീ ഭാഗങ്ങളുണ്ട്. പരാഗിയിലെ അറകളിലാണ് പരാഗരേണുക്കൾ ഉള്ളത്. അപ്പോൾ പുംബീജത്തെ വഹിക്കുന്ന ഭാഗങ്ങളാണ് പരാഗരേണുക്കൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ജനിപുടം എന്ന് പറയുന്നത്? പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ജനിപുടം. ജനിയിൽ പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം എന്നീ ഭാഗങ്ങളുണ്ട്. അണ്ഡാശയത്തിനുള്ളിലെ ഒവ്യൂളിനുള്ളിലാണ് അണ്ഡം അഥവാ പെൺബീജകോശം കാണപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെ ചേർന്നാണ് കേസരം എന്ന് പറയുന്നത്? തന്തുകം, പരാഗി എന്നീ ഭാഗങ്ങൾ ചേർന്നതാണ്. പരാഗരേണുക്കൾ എവിടെയാണ് കാണപ്പെടുന്നത്? പരാഗിയിലെ അറകളിലാണ് പരാഗരേണുക്കൾ കാണപ്പെടുന്നത്. ജനിയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? പരാഗസ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം എന്നിവയാണ് ജനിയുടെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. പെൺബീജം കാണപ്പെടുന്നത് എവിടെയാണ്? അണ്ഡാശയത്തിനുള്ളിലെ ഒവ്യൂളിലാണ് അണ്ഡം അഥവാ പെൺബീജ കോശം കാണപ്പെടുന്നത്. അതിൽ തന്നെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ എന്ന രീതിയിലാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയങ്ങൾ കാണപ്പെടുന്ന പൂക്കളാണ് ചെമ്പകപ്പൂവ്, താമരപ്പൂവ്, സീതപ്പൂവ്, അരണമരപ്പൂവ് എന്നിവയെല്ലാം. ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയങ്ങൾ കാണപ്പെടുന്ന പൂവിന് ഉദാഹരണമാണ് ചെമ്പകപ്പൂവ്, താമരപ്പൂവ്, സീതപ്പൂവ്, അരണമരപ്പൂവ് എന്നിവയെല്ലാം. ഇനി ഏകലിംഗ പുഷ്പങ്ങളും ദ്വിലിംഗ പുഷ്പങ്ങളും. കേസരപുടം, ജനിപുടം ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രം കാണപ്പെടുന്ന പൂക്കളാണ് ഏകലിംഗ പുഷ്പങ്ങൾ എന്ന് പറയുന്നത്. ഇനി പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണപ്പെടുന്നതാണ് ദ്വിലിംഗ പുഷ്പങ്ങൾ, ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജനിപുടം അല്ലെങ്കിൽ കേസരപുടം മാത്രമുള്ളത് ഏകലിംഗവും കേസരപുടവും ജനിപുടവും കാണപ്പെടുന്നത് ദ്വിലിംഗ പുഷ്പങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ഏകലിംഗ സസ്യങ്ങളും ദ്വിലിംഗ സസ്യങ്ങളും. ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് കാണുന്നതെങ്കിൽ അത്തരം സസ്യങ്ങളെ ഏകലിംഗ സസ്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഒരു സസ്യത്തിൽ ആൺപൂവ് മാത്രമായിരിക്കും അല്ലെങ്കിൽ പെൺപൂവ് മാത്രമാണുള്ളത് എങ്കിൽ അതിനെ ഏകലിംഗ സസ്യം എന്ന് പറയുന്നു.
ഇനി ഏകലിംഗി സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഈത്തപ്പന, കുടംപുളി, ജാതി, പപ്പായ എന്നിവ. ഈത്തപ്പന, കുടംപുളി, ജാതി, പപ്പായ ഒക്കെ എന്തിന് ഉദാഹരണമാണ്? ഏകലിംഗ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഒരു സസ്യത്തിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും കാണപ്പെടുന്ന സസ്യങ്ങളാണ് ദ്വിലിംഗ സസ്യങ്ങൾ എന്ന് പറയുന്നത്. വെള്ളരി, മത്തൻ, കുമ്പളം, പടവലം, തെങ്ങ് തുടങ്ങിയവയെല്ലാം ദ്വിലിംഗ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. പുംബീജം കാണപ്പെടുന്നത് പരാഗരേണുവിലും അണ്ഡം കാണപ്പെടുന്നത് എവിടെയാണ്? അണ്ഡാശയങ്ങളിലുമാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് പരാഗണ സ്ഥലത്ത് പതിക്കുന്നതെന്ന് അറിയുന്നില്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പരാഗണം എന്ന് പറയുന്നത്. പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് എത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പരാഗണം എന്ന് പറയുന്നത്. പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗ സ്ഥലത്ത് പതിക്കുന്നതിനെയാണ് പരാഗണം എന്ന് പറയുന്നത്. അതിന് നമുക്ക് പലതും സഹായിക്കുന്നുണ്ട് അല്ലേ? മഴ, കാറ്റ്, അതുപോലെ ചെറിയ പ്രാണികൾ, ജീവികൾ, പൂമ്പാറ്റ അല്ലെങ്കിൽ ചെറിയ പക്ഷികൾ, മഴ, കാറ്റ് എന്നിവയെല്ലാം എന്തിനു സഹായിക്കുന്നുണ്ട്? ഈ പരാഗണം നടക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. വാനില, നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് വാനില. ഈ സസ്യത്തിൻ്റെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. വാനിലയിൽ പരാഗണം നടത്തുന്നത് ഒരിനം തേനീച്ചയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ തേനീച്ച ഇല്ലാത്തതിനാൽ കർഷകർ തന്നെ പൂക്കളിൽ കൃത്രിമമായി പരാഗണം നടത്തിയാണ് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി എന്താണ് സ്വപരാഗണം, എന്താണ് പരപരാഗണം? ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിൽ പരാഗണ സ്ഥലത്തോ അതേ ചെടിയിലെ മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ പതിക്കുന്നതാണ് സ്വപരാഗണം. അതായത് ഒരു ചെടിയിൽ തന്നെ ആ പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ അല്ലെങ്കിൽ അതേ ചെടിയിലെ വേറെ ഏതെങ്കിലും പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ പതിക്കുന്നതിന് സ്വപരാഗണം എന്ന് പറയും. ഇനി ഒരു പൂവിൽ നിന്ന് പരാഗണ രേണുക്കൾ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പരപരാഗണം എന്ന് പറയുന്നത്. പരാഗണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രകൃതി. സസ്യങ്ങളിൽ മെച്ചപ്പെട്ടതും വൈവിധ്യമാർന്നതുമായ ഇനങ്ങൾ ഉണ്ടാകുന്നതിന് പ്രകൃതി തന്നെ സ്വപരാഗണത്തെ തടഞ്ഞ് പരപരാഗണത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ചില സസ്യങ്ങളിലെ പൂക്കളിൽ ആൺ പെൺ ലിംഗാവയവങ്ങൾ വ്യത്യസ്ത സമയത്താണ് പാകമാകുന്നത്. ഉദാഹരണത്തിന് സൂര്യകാന്തിയിൽ കേസരം പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷമാണ് ജനിപുടത്തിൻ്റെ വളർച്ച പൂർണ്ണമാകുന്നത്. അവക്കാഡോയിൽ ജനിപുടത്തിൻ്റെയും കേസരത്തിൻ്റെയും വളർച്ച പൂർത്തിയാകുന്നത് വ്യത്യസ്ത സമയങ്ങളിലാണ്. മോന്തോന്നിയിൽ സ്വപരാഗണം തടയുന്നതിനായി കേസരവും ജനിപുടവും രണ്ട് ദിശയിൽ കാണപ്പെടുന്നു. അതായത് നമ്മുടെ പ്രകൃതി അല്ലെങ്കിൽ ചെടികൾ എന്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? പരപരാഗണത്തെ. അതായത് ഒരു പൂവിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ചെടിയിലെ പൂവിൽ നിന്ന് അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലേക്ക് പരാഗണം നടത്തുന്നതിനെയാണ് അതെന്ത് ചെയ്യുന്നത്? പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. പരാഗണത്തിന് ശേഷം പരാഗരേണു ജനിതണ്ടിലൂടെ അണ്ഡാശയത്തിലേക്ക് ഒരു നാളിയിലായി വളരുന്നു. ഈ നാളിയിലൂടെ പുംബീജം അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി കൂട്ടിച്ചേർന്ന് പുംബീജം അണ്ഡവുമായി ചേർന്ന് സിക്താണ്ഡമാകുന്ന പ്രക്രിയയാണ് ബീജസങ്കലനം. അപ്പോൾ പരാഗണത്തിന് ശേഷം പരാഗരേണു എന്ത് ചെയ്യും? ജനിതണ്ടിലൂടെ അണ്ഡാശയത്തിലേക്ക് ഒരു നാളിയിലായി വളരുന്നു. ഈ നാളിയിലൂടെ പുംബീജം അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി കൂടിച്ചേരും. പിന്നീട് പുംബീജം അണ്ഡവുമായി ചേർന്ന് സിക്താണ്ഡമാകുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ബീജസങ്കലനം എന്ന് പറയുന്നത്. ബീജസങ്കലനത്തിന് ശേഷം സിക്താണ്ഡം ഭ്രൂണമായും ഒവ്യൂൾ വിത്തായും അണ്ഡാശയം ഫലമായി മാറുന്നു. അപ്പം ഫലമായി മാറുന്നത് ഏതാണ്? അണ്ഡാശയമാണ് ഫലമായി മാറുന്നത്. അപ്പോൾ വിത്തായി മാറുന്നത് ഏതാണ്? ഒവ്യൂളാണ് വിത്തായി മാറുന്നത്. സിക്താണ്ഡം എന്തായി മാറും? ഭ്രൂണമായും ഒവ്യൂൾ വിത്തായും അണ്ഡാശയം ഫലമായും മാറുന്നു. ഒരു പൂവിൽ നിന്നും ഒരു ഫലം ഉണ്ടാകുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലഘുഫലം, സിമ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഒരു പൂവിൽ നിന്നും ഒരു ഫലം ഉണ്ടാകുന്നതിനെ നമ്മൾ ലഘുഫലം അല്ലെങ്കിൽ സിമ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നു. ഇനി ഒരു പൂവിൽ നിന്നും ഒന്നിലധികം അണ്ഡാശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നിലധികം ഫലങ്ങളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒന്നിലധികം അണ്ഡാശയങ്ങളുള്ള ഒരു പൂവിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളാണ് പുഞ്ചഫലങ്ങൾ എന്ന് പറയുന്നത്.
അഗ്രഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്ന അതിന് ഉദാഹരണമാണ്. പഴം എന്ന് പറയുന്നതെല്ലാം അതിന് ഉദാഹരണമാണ്. അതായത് നിറയെ കുരുക്കൾ ഉണ്ടാവില്ലേ, അതൊരു ഉദാഹരണമാണ്. ഒരു പൂവിൽ നിന്നും ഒന്നിലധികം അണ്ഡാശയങ്ങളുള്ള ഒരു പൂവിൽ നിന്നും ഉണ്ടാകുന്ന ഫലങ്ങളാണ് പുഞ്ചഫലങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് വിത്തില്ലാത്ത ഫലങ്ങളും ഉണ്ട് അല്ലേ. വിത്തില്ലാത്ത ഫലങ്ങൾക്ക് ഉദാഹരണമാണ് ഈ കൈതച്ചക്കയും വാഴപ്പഴമൊക്കെ. ബീജസങ്കലനം നടക്കാതെ ചില സന്ദർഭങ്ങളിൽ അണ്ഡാശയം ഫലമായി മാറാറുണ്ട്. ഇത്തരം ഫലങ്ങളിൽ വിത്തുണ്ടാവുകയില്ല. പാർത്തനോകാർപ്പി എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. വിത്തില്ലാ ഫലങ്ങൾ പ്രകൃതിദത്തമായി ഉണ്ടാകാറുണ്ട്. കൃത്രിമമായും ഇവ ഉണ്ടാക്കാറുണ്ട്. വാഴപ്പഴം, കൈതച്ചക്ക എന്നിവ ഇത്തരം പ്രകൃതിദത്ത ഫലങ്ങളാണ്. മുന്തിരി, തക്കാളി, തണ്ണിമത്തൻ എന്നിവയുടെ വിത്തില്ലാതെ ഇനങ്ങൾ കൃത്രിമമായി നാം വികസിപ്പിക്കാറുണ്ട്. മാവ്, വാഴ എന്നിവയുടെ പൂക്കുലകളിൽ ഉണ്ടാവുന്ന ഫലങ്ങൾ വേറിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ പ്ലാവിൻ്റെ പൂക്കുലയിൽ ഉണ്ടാവുന്ന ഫലങ്ങൾ എല്ലാം കൂട്ടിച്ചേർന്ന് ഒറ്റ ഫലമായി മാറുന്നു. ഒരു പൂക്കുലയിൽ ഉണ്ടാകുന്ന ഒന്നിലധികം ഫലങ്ങൾ കൂടിച്ചേർന്ന് ഒറ്റ ഫലം ആകുന്നതാണ് സംയുക്ത ഫലം എന്ന് പറയുന്നത്. കൈതച്ചക്ക, ആനിലിച്ചക്ക, ശീമച്ചക്ക എന്നിവ സംയുക്ത ഫലങ്ങളാണ്. അതായത് ഒന്നിലധികം ഫലങ്ങൾ കൂടിച്ചേർത്തിട്ട് ഒറ്റ ഫലമായി മാറുന്നതിനെയാണ് നമ്മൾ സംയുക്ത ഫലം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഏതാണ്? ചക്കയാണ് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്. ഇനി എന്താണ് കപട ഫലങ്ങൾ എന്ന് പറയുന്നത്? സാധാരണ പൂക്കളിൽ അണ്ഡാശയം വളർന്നാണ് ഫലമുണ്ടാകുന്നത്. ചില സസ്യങ്ങളിൽ അണ്ഡാശയം അല്ലാതെ പൂവിൻ്റെ മറ്റു ഭാഗങ്ങളും ഫലമായി മാറുന്നു. ഇവയാണ് കപട ഫലങ്ങൾ എന്ന് പറയുന്നത്. കശുമാങ്ങയിൽ പൂനെട്ട് വളർന്നാണ് ഫലമാകുന്നത്. കപട ഫലങ്ങൾക്ക് കശുമാവ് എന്താണ്? ഒരു ഉദാഹരണമാണ്. ആപ്പിളും സബർജല്ലിയും കപടഫലങ്ങളാണ്. ഇവയിൽ പുഷ്പാസനം വളർന്ന് ഫലമായി മാറുന്നു. അപ്പോൾ ആപ്പിളും സബർജല്ലിയൊക്കെ എന്താണ്? അതുപോലെ കശുമാങ്ങയൊക്കെ കപടഫലങ്ങൾക്ക് ഉദാഹരണമാണ്. ഫ്ലോറികൾച്ചർ, പൂച്ചെടികൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വളർത്തി പരിപാലിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പുഷ്പകൃഷി അഥവാ ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. ആന്തൂറിയം, പുഷ്പകൃഷിയിൽ പ്രാധാന്യമുള്ള ഒരു സസ്യമാണ് ആന്തൂറിയം. ഇതിൻ്റെ ഏറ്റവും ആകർഷകമായ ഭാഗം രൂപാന്തരം പ്രാപിച്ച ഇലകളാണ്. പൂവിനോട് ചേർത്ത് കാണപ്പെടുന്ന ഇത്തരം നിറമുള്ള ഭാഗങ്ങളെ സഹപത്രം എന്നാണ് പറയുന്നത്. പരാഗകാരികളെ ആകർഷിക്കുക എന്നതാണ് സഹപത്രങ്ങളുടെ ധർമ്മം. വാഴ, ബോഗൻവില്ല എന്നീ സസ്യങ്ങളിലും ആകർഷകമായ സഹപത്രം കാണാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിൽ എടുക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആക്കുന്നതുമാണ്. പക്ഷേ നമ്മൾ സാധാ എക്സാമിന് ചോദിക്കാറുള്ള കുറേ ക്വസ്റ്റ്യൻസ് അതിൽ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.